Hi dear, welcome back to another episode of Psych of the. കുറേ നാളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്, ഒരു ലോങ് വീഡിയോയോ ഷോർട്സോ എന്തെങ്കിലും ഒന്നിട്ടിട്ട് കുറച്ച് നാളായെന്ന് എനിക്കറിയാം. ഐ തിങ്ക് എൻ്റെ ലാസ്റ്റ് വീഡിയോ വാസ് നമ്മളുടെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയതാണ്. വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടിരുന്ന ഒരു സെക്കൻഡ് ഞാൻ ഒന്നുകൂടി കേട്ടിക്കോട്ടെ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച് ഫുൾ സെറ്റായിട്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് കുറേ പ്ലാൻസും കാര്യങ്ങളും എല്ലാമായിട്ട് ഈ ഒരു കൊല്ലം തുടങ്ങിയതാണ് 2025 എന്ന് പറയുന്നത്. വിത്ത് ലോട്ട് ഓഫ് ഹോപ്സ് ആൻഡ് വിത്ത് ഫുൾ ഓഫ് എനർജി. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, ഒത്തിരി കാര്യങ്ങളുടെ പിന്നാലെ ഓടാനുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ഒരുപാട് ചെയ്ത കാര്യങ്ങളുടെയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെയും പ്ലാൻസിലുണ്ടായിരുന്നതും എല്ലാം ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷോർട്സ് ആയിട്ടും ഫുൾ വീഡിയോ ആയിട്ടും ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ടും ഒക്കെ വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എൻ്റെ മെൻ്റൽ ഹെൽത്ത് വളരെയധികം മോശമായിരുന്ന ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ബേസിക് ഹെൽത്ത് പോലും എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ബേസിക് റുട്ടീൻ എനിക്ക് നഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയാറുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം എനിക്കത് തിരിച്ച് പിടിക്കാനും പറ്റാറുണ്ട്. ആ തിരിച്ച് പിടിക്കാൻ പറ്റുന്ന അവസരത്തിലാണ് ഞാൻ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും ഒന്നുകൂടെ റിഫ്രഷ്ഡ് ആയിട്ടൊക്കെ വരാറ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എന്നെക്കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല ബേസിക്കലി. ആൻഡ് നോട്ട് നോയിങ് വെയർ ഐ എം ലീഡിങ് ടു, നോട്ട് നോയിങ് വാട്ട് ഐ എം ഡൂയിങ്, നോട്ട് നോയിങ് ഹൗ ഐ എം ഗോയിങ് ടു ഗോ ഫോർവേഡ് വിത്ത് ഓൾ ദിസ്. അങ്ങനെ മൊത്തത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു, അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കാൻ ഞാനും കൂടെ അനുവദിക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെ ഒരിടത്ത് തന്നെ നിന്ന് പോകുന്നത്. അപ്പം എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുമാണ് യെസ് ഐ ഹാവ് ഒരു പ്ലാറ്റ്ഫോം ഹിയർ. എൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന കാര്യങ്ങളോ എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. കുറച്ചും കൂടി എനിക്ക് പ്രോബബ്ലി നിങ്ങളുടെ അടുത്തു നിന്നും കൂടെ കുറച്ച് സജഷൻസും ഒക്കെ കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചപ്പോൾ മൈ തോട്ട് ഓക്കെ എന്നാൽ ഒരു വീഡിയോ ചെയ്തേക്കാം. ആൻഡ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് നമ്മളുടെ ട്രിവാൻഡ്രത്തെ പുതിയ ഓഫീസിലാണ്. യെസ്, ദാറ്റ് ഈസ് അനദർ മൈൽ സ്റ്റോൺ ഇൻ ഫാക്ട്. അതിൻ്റെ വിശേഷങ്ങളും എങ്ങനെ ഇതൊരു ഓഫീസ് സെറ്റപ്പായിട്ട് മാറി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ കാണിക്കാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് പുതിയ കുറേ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങാനും പുതിയ ആളുകളും ഒക്കെ നമ്മളുടെ കൂടെ നിന്നപ്പോൾ ഉണ്ട്. പല പല ഘട്ടങ്ങളിലായിട്ട് പല ആളുകളെയും ഞാൻ ഇതിലൂടെ തന്നെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. ആസ് പാർട്ട് ഓഫ് നമ്മളുടെ ഒരു ടീമിൻ്റെ ഭാഗമായിട്ടൊന്നും ഇപ്പോൾ പലരും ഇല്ല. പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്, പുതിയ ടീംസ് ബിൽഡാകുന്നുണ്ട്, പുതിയ ആശയങ്ങൾ വരുന്നുണ്ട്, പഴയ കുറേ ആശയങ്ങൾ മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ സ്പ്ലിറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ അമെൻമെൻറ്റ്സും അലൈൻമെൻറ്റ്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ മൊത്തത്തിൽ മെസ്ഡായിട്ട് എൻ്റെ തലയ്ക്കുള്ളിൽ തന്നെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഇതിൻ്റെ ഇടയിൽ എൻ്റെയും കുറച്ച് തെറാപ്പി സെഷൻസും ഒക്കെ പോയി അങ്ങനെയൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് April 17th ആണ്. ആക്ച്വലി ഇന്ന് പെസഹ വ്യാഴമാണ്. വിഷു ഒക്കെ അടിപൊളിയായിട്ട് പോയി. ആ ഒരു 6 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം ഞാൻ സ്പെൻഡ് ചെയ്തു. അതാണ് ഇത്തവണത്തെ ഒരു വിഷുവിനുണ്ടായൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ബട്ട് അഗെയിൻ കുറേ കാര്യങ്ങൾ എനിക്ക് അവരെയും പ്രോമിസ് ചെയ്ത പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ബേസിക്കലി എൻ്റെ ഫേസിന് എത്ര പേർക്ക് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. അത്ര ചിരിക്കുന്ന അത്ര ഹാപ്പി അല്ല ഞാൻ എന്നുള്ളത്. ബട്ട് യെസ്, ഐ എം ട്രൈങ് ടു ബിൽഡ് സ്ലോലി ബട്ട് സ്റ്റഡിലി. ബട്ട് ഐ എം ഷുവർ ഐ എം ബിൽഡിങ് ഓൺ ഇറ്റ്. ഒന്നും തുടങ്ങി വെച്ച കാര്യമൊന്നും പിന്നോട്ട് വെക്കാനായിട്ട് ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം മുന്നോട്ട് പോകുന്നതിൽ തന്നെ ചെറിയ കുറച്ച് ട്വിക്സ് ആൻഡ് ടേൺസ് ഒക്കെ വേണ്ടി വരും. അതിനൊക്കെ റെഡി ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിനൊക്കെ പാകമായി എന്ന് തോന്നുന്ന സമയത്താണ് ദാറ്റ് ഐ എം ബാക്ക് അഗെയിൻ വിത്ത് അനദർ വീഡിയോ. ആൻഡ് ഇത് ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. ഐ ആം പ്രിറ്റി ഷുവർ കുറച്ചും കൂടി നല്ല രീതിയിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കോണ്ടന്റും ഇല്ലാണ്ട് ഞാൻ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ കുറച്ചും കൂടി നല്ല കോണ്ടന്റ്സ്, കുറച്ചും കൂടി നല്ല കാര്യങ്ങളും ഒക്കെ സംസാരിക്കാനായിട്ട് എനിക്കുണ്ട്. കുറേ കാര്യങ്ങൾ
എത്തിക്കണം എന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടത് മീ ആസ് എ സൈക്കോളജിസ്റ്റ് എന്നുള്ള സംഭവം തന്നെയാണ്. എൻ്റെ ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം, എൻ്റെ ഒരു മെയിൻ ഹാഷ്ടാഗ് എന്ന് പറയുന്നത് തന്നെ ലൈഫ് ഓഫ് എ സൈക്കോളജിസ്റ്റ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ഡിയർ വൺസിൽ നിന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ എൻ്റെ പാരൻസ് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് ഞാൻ കേൾക്കുകയും എനിക്ക് സങ്കടം വന്നിട്ടുള്ളതുമായിട്ടുള്ളൊരു ചോദ്യമാണ്, ഒന്നില്ലെങ്കിൽ നീ ഒരു സൈക്കോളജിസ്റ്റ് അല്ലേ എന്നുള്ള സംഭവം. അപ്പോൾ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിഷമം പ്രകടിപ്പിക്കാൻ പാടില്ല, ദേഷ്യം പ്രകടിപ്പിക്കാൻ പാടില്ല, നമുക്ക് ഒരു ഷെയ്ക്ക്നെസ് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു അറിയില്ല എന്നുള്ളൊരു ഫേസിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം, എപ്പോഴും നമ്മൾ അലേർട്ട് ആയിരിക്കണം, എപ്പോഴും നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെല്ലാം ചിരിച്ച മുഖത്തോടെ മാത്രം കാണിക്കണം. ഇമോഷണൽ ആവുക എന്ന് പറയുന്നത് വീക്കാണ് എന്നുള്ള കുറേ സാധനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻ്റെ തലയിൽ കയറിക്കൊണ്ടേയിരിക്കുന്നത്. ഈവൻ ദോ അത് എക്സ്റ്റേണലി ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണെങ്കിൽ പോലും അറ്റ് സം പോയിന്റ് ഈവൻ ഐ സ്റ്റാർട്ടഡ് ലൈക്ക് അത് ഞാനും വിശ്വസിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥയിലെത്തി. അതെന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചു. അപ്പം എൻ്റെ ക്വാളിറ്റി ഓഫ് വർക്കിൻ്റെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ പോലും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, ചുറ്റും നിൽക്കുന്നവർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തുന്ന, അങ്ങനെ ഞാൻ കുഴിയിലേക്ക് വീണു പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ആകെ നമ്മുടെ കയ്യിൽ എന്താ പറയുക, മുതൽക്കൂട്ടായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ആത്മവിശ്വാസമാണ്. അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. ആളുകൾ അതിനെപ്പറ്റി അത്ര മോശം പറയില്ല, പ്രോബബ്ലി ക്രിറ്റിസിസംസ് ഉണ്ടാവണം, പക്ഷെ അത്ര മോശം പറയുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു പിറ്റിലേക്ക് പോകാനിടയാകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ദാറ്റ് ഹേർട്ട്സ് മോർ. ആൻഡ് എൻഡ് ഓഫ് ദി ഡേ വീണ്ടും ഈ ചോദ്യം തന്നെ, ഒരു സൈക്കോളജിസ്റ്റ് അല്ലേ എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ എന്നുള്ള സാധനം വരുമ്പോഴത്തേക്ക് ദാറ്റ് ഹേർട്ട്സ് ഈവൻ മോർ. സോ എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്കിപ്പോൾ വളരെ ചുരുക്കം സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്, അത്രയും ആളുകളിലേക്കെങ്കിലും എനിക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് സൈക്കോളജിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളതിലല്ല. ഒരുപാട് തവണ പറഞ്ഞ് സംസാരിച്ചിട്ടുള്ള ഒരു ക്ലീഷേ ഡയലോഗാണ്, എന്താ കാർഡിയോളജിസ്റ്റിന് ഹാർട്ട് അറ്റാക്ക് വരില്ലേ എന്നൊക്കെയുള്ള സാധനം. എന്ന് വെച്ചാൽ സൈക്കോളജിസ്റ്റിന് ഭ്രാന്താവില്ലേ എന്നുള്ളതല്ല. സൈക്കോളജിസ്റ്റ് എല്ലാവരും പറയപ്പെടുന്ന ഈ ടിപ്പിക്കൽ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോടല്ല നമ്മളെപ്പോഴും എന്താ പറയുക അലൈൻഡ് ആയിട്ടുള്ളത്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ജനറൽ ലൈഫ് സ്ട്രെസ്സേഴ്സിനെ ബാധിക്കുന്ന നമ്മുടെ ജനറൽ ലൈഫിനെ ബാധിക്കുന്ന എന്ത് കൈൻഡ് ഓഫ് സ്ട്രെസ്സേഴ്സ് ആണെങ്കിലും അത് ഒരാൾക്ക് സ്വയമായിട്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിൽ ഫർദർ വർക്ക് ചെയ്യാനായിട്ടോ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത് ആർക്കും ഒരു സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്യാം. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനും ഉണ്ടാകാം, ഒരു സൈക്യാട്രിസ്റ്റിനും ഉണ്ടാകാം. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഇത് സത്യത്തിൽ പറയാൻ ഭയങ്കര എളുപ്പമായിരുന്നു എനിക്ക് കുറച്ച് കാലം മുൻപ് വരെ, അൺലെസ് ആൻഡ് അൺടിൽ ആ ഒരു ഫേസ് ഞാനും വിശ്വസിച്ചു എന്ന് തോന്നുന്നത് വരെ. ആ വിശ്വസിച്ച് തുടങ്ങിയ സമയത്ത് നിന്നും എന്നെ തിരിച്ചത് പറയാനായിട്ട് പാകപ്പെടുത്തുന്ന ഒരു ഫേസിലേക്ക് എത്തിക്കാൻ ഒത്തിരി സമയമെടുത്തു. അതിനൊത്തിരി ആളുകളുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ടും ഉണ്ട്. അപ്പം ബിൽഡിങ് യുവർ ഓൺ സപ്പോർട്ട് ഗ്രൂപ്പ്സ്, യുവർ ഓൺ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്തൊരു ആവശ്യം വന്നാലും നമുക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. ഐ മീൻ ഒരു ആവശ്യത്തിന് വേണ്ടി ബിൽഡ് ചെയ്യുക എന്നുള്ളതല്ല, അങ്ങനെ ഒരു നല്ല സോഷ്യൽ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഡൗൺ ആയി പോയാലും അവിടെ നമ്മളെ ഒന്ന് ചിരിപ്പിക്കാൻ, അല്ലെങ്കിൽ യെസ് നീ ഇത് ചെയ്തതല്ലേ, നിനക്ക് ഇനിയും പറ്റും എന്ന് പറയാനായിട്ട്, നമ്മളെ വിശ്വസിച്ച് എന്ത് വന്നാലും നോ മാറ്റർ വാട്ട് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റും എന്നുള്ള കുറച്ച് ആളുകളെ, അത് 2 or 3 പേരോ ആവട്ടെ, ഈവൻ ഒരാളാണെങ്കിലും ആകട്ടെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ നിന്നും പഠിച്ചെടുത്തൊരു വലിയ പാഠമാണത്. ബിക്കോസ് സൈക്കോളജിസ്റ്റ് എന്നതിലുപരി ഞാൻ ഒരിടയ്ക്ക് കേട്ടു തുടങ്ങിയ ഒരു വാക്കായിരുന്നു ഐ എം എ പീപ്പിൾസ് പേഴ്സൺ. ആ പീപ്പിൾസ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു തെറ്റാണ് എന്ന രീതിയിൽ വരെ എന്നെ വിശ്വസിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും വിശ്വസിച്ച് ഞാൻ ഇരുന്നെങ്കിലും അവിടെയും എന്നെ ഓവർകം ചെയ്യാൻ സഹായിച്ചത് ഇതേ പീപ്പിൾ തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നിന്ന കുറച്ച് സമയങ്ങൾ, ഈ കഴിഞ്ഞൊരു 3-4 മാസം ടു ബി പ്രിസൈസ്, മനുഷ്യരെ പേടിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറാൻ തുടങ്ങി. കുറച്ച് നാളുകളായിട്ട്, അതായത് വെരി റീസെൻ്റ്ലി ഞാൻ പരിചയപ്പെട്ട എൻ്റെ ലൈഫിലേക്ക് ചേർത്ത് വെച്ച ആളുകളെല്ലാവരും തന്നെ വൺ ഓർ ദി അതർ വേ ഞാൻ ചെയ്ത കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യുന്നപ്പോൾ, നമ്മളെ എവിടേക്കോ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങളാൽ അലൈൻഡ് ആയിട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നത് കണ്ടപ്പോൾ ഐ സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ് മൈസെൽഫ്, ഐ സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ് മൈ സ്കിൽസ്. ഈ പറയുന്ന പീപ്പിൾ സ്കിൽസിനെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ
അത് മോശമല്ലേ എന്നുള്ള തോന്നലിലേക്ക് എനിക്ക് എത്താൻ തുടങ്ങി. മനുഷ്യരെന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടാണോ എന്ന് എനിക്ക് തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തി. പുതിയ ആളുകളെ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ ആളുകളോട് സംസാരിക്കാൻ എനിക്ക് പേടിയാകുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇനി ആരോടും ഞാൻ ഒന്നും തുറന്ന് പറയില്ല എന്ന് തോന്നുന്ന അവസ്ഥകളിലേക്ക് എത്തി. പക്ഷെ അപ്പോഴും കൂടെ ചേർന്ന് നിന്നത് ഈ പറയുന്ന കാലാകാലങ്ങളെ കൂടെ ചേർന്ന് നിൽക്കുമെന്ന് വാക്ക് തന്നവർ തന്നെയാണ്. അത് പക്ഷെ നമുക്ക് ആരെയും ഇപ്പം നാളെ പരിചയപ്പെടുന്ന ഒരാളും അങ്ങനെ നിൽക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇങ്ങനെ കുറേ ഡൗട്ട്സും ഇങ്ങനെ കുറേ പ്രോബ്ലംസും ഇങ്ങനെ കുറേ സംഭവങ്ങളും എല്ലാം ചുറ്റും നടക്കുന്നുണ്ട്. അതൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനെല്ലാത്തിനും ഓവർകം ചെയ്ത് കമോൺ യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരണം എന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്, എന്നെ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഇതേ നെറ്റ്വർക്ക് തന്നെയാണ്, എൻ്റെ ഇതേ പീപ്പിൾ തന്നെയാണ്. ആൻഡ് ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു ദം. ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് വൺ ഓഫ് ദം ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് ഐ ഹാവ് ദം ഇൻ മൈ ലൈഫ്. അതുപോലെ നിങ്ങൾക്കും ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യും. ജസ്റ്റ് ട്രൈ ടു റിമെമ്പർ ദം. അവർ നിങ്ങളൊന്ന് ഓർത്തെടുത്ത് അവർക്കൊരു മെസ്സേജ് അയക്കുകയോ ഒന്ന് അവരെ വിളിക്കുകയോ അല്ലെങ്കിൽ അവരോട് ഗ്രേറ്റ്ഫുൾ ആണെന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഒരു ജെസ്റ്റർ കാണിക്കുകയോ എന്ന് ശ്രമിച്ചു നോക്കും. ദാറ്റ് ഹെൽപ്ഡ് മീ എ ലോട്ട്. ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടെ നിന്ന ആളുകളെ തിരിച്ചും സ്നേഹിക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ മാത്രം നിൽക്കും എന്നുള്ളതല്ലല്ലോ. നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴും ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാണ്ട് അതിനു വേണ്ടി നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. സോ അങ്ങനത്തെ കുറച്ച് പാഠങ്ങൾ പഠിച്ചുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ എന്നെപ്പറ്റി തന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ന്യൂ ജേണിയാണ് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ആ ന്യൂ ജേണിയിൽ ഡെഫിനറ്റ്ലി നിങ്ങളും പാർട്ടായിരിക്കും. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം ഇനി സ്ലോലി ഞാൻ ഇടുന്നതായിരിക്കും. ഈ പറയുന്ന ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്പേസ് ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ലൈഫ് അപ്ഡേറ്റ്സ്, ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. ലൈഫ് അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. ഐ റിയലി വിഷ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം എല്ലാം കൂടെ വേണം എന്നാണ് ആഗ്രഹം. ബിക്കോസ് ബീങ് എ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് എല്ലാ ഇമോഷണൽ പ്രശ്നങ്ങൾ മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ്ലി റാഷണലായിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരാൾ എന്നുള്ളതല്ല. അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗിവിങ് ഗൈഡൻസ് ഓർ അഡ്വൈസ് എന്നുള്ളതുമല്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും എനിക്ക് ഈ എന്നെ കാണുന്ന എത്രയും പേരിലേക്കെങ്കിലും എത്തിക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ. ആൻഡ് ലൈഫ് ഓഫ് എ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് എനിബഡി സീസ് ഫ്രം ഔട്ട് സൈഡ് എന്നുള്ളതുമല്ല. ഇതൊക്കെ ഒന്ന് അറിയിക്കണം, ഇതൊക്കെ ഒന്ന് എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു ജേർണിയുടെ ഉദ്ദേശം. ഐ ഹോപ്പ് യു ആൾ വിൽ ബി പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് യെസ്, ഇറ്റ്സ് എ കം ബാക്ക്. ഇനി ഞാൻ ഒരുപാട് തവണ ഇത് പറഞ്ഞു പോയതാണ്, ഇനി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുള്ളത്. പക്ഷെ ഇനി എന്തായാലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാനും ഇങ്ങനെ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്പേസും ഒരു എന്താ പറയുക അതിനുള്ള ഒരു ടൈമും ഒക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പോൾ ഐ ഹോപ്പ് ഐ വിൽ മേക്ക് ദ ബെസ്റ്റ് യൂസ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഐ ഹോപ്പ് യു ഓൾ വിൽ ബി there with me throughout the journey. So yes, let's continue.